മോണാക്റ്റാണ്. വർഷങ്ങൾക്കപ്പുറം റോമൻ സാമ്രാജ്യത്തിൽ ലിയനാർഡോ എന്നു പേരുള്ള ഒരു ചിത്രകാരൻ ജീവിച്ചിരുന്നു. ചക്രവർത്തി തിരുമനസിൽ നിന്നും ക്രിസ്തുവിൻ്റെയും 12 ശിഷ്യന്മാരുടെയും പടം വരയ്ക്കുന്നതിന് വേണ്ടി ആ പ്രശസ്തിയാർജിച്ച ചിത്രകാരനെ ഏൽപ്പിച്ചു. ആദ്യം ക്രിസ്തുവിൻ്റെ പടം വരയ്ക്കുന്നതിന് സാദൃശ്യമായി സൗന്ദര്യധാമങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു ദേവാലയത്തിൽ നിന്നും സൗന്ദര്യവാനായ ഒരു യുവാവിനെ കണ്ടുകിട്ടി. അങ്ങനെ ആ മാതൃക സ്വീകരിച്ച് ആദ്യം ക്രിസ്തുവിൻ്റെ പടം വരയ്ക്കുന്നു. അവസാനം അവശേഷിക്കുന്നത് ഒരേ ഒരു പടം, യൂദാസ്. സകല ജയിലറുകളും ആ ചിത്രകാരൻ കയറി ഇറങ്ങി പരിശോധിച്ചു. പക്ഷേ എങ്ങും ആ പൈശാചിക വൈകൃതത്തെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. യൂദായിലെ പൈശാചികത്തിൻ്റെ പ്രതിരൂപമായി ആ ചിത്രകാരന് വിഭാവന ചെയ്യുവാൻ കഴിഞ്ഞ ഒരു ഭീകര സത്യത്തെ ഒരു തെരുവീതിയിൽ നിന്ന് കണ്ടുകിട്ടി. അതാരാണ്? ഇതാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്ന ഇരുണ്ട വെളിച്ചം. ലിയനാർഡോ, ലിയനാർഡോ, വാതിൽ തുറക്കൂ. ആരാണ്? ഞാൻ ചക്രവർത്തി തിരുമനസിലെ യാജ്ഞാവാഹകനാണ്. അത് മനസ്സിലായി. ഇരിക്കാമല്ലോ. ഞാൻ ഇരിക്കാനല്ല വന്നത്. ചക്രവർത്തി തിരുമനസിൽ നിന്ന് നിങ്ങളെ ഒരു പടം വരയ്ക്കുവാൻ ഏൽപ്പിച്ചിട്ട് വർഷങ്ങൾ 12 കഴിഞ്ഞു. പ്രശസ്തിയാക്കിയ ചിത്രകാരൻ ഒരു പടം വരയ്ക്കുവാൻ വർഷങ്ങൾ കഴിഞ്ഞിട്ടും സാധ്യമല്ലെന്ന്. അതിനുവേണ്ടി എൻ്റെ ഗുരുനാഥൻ രാവുകളില്ലാതെ അറിഞ്ഞു നടക്കുക. എവിടെയാണ് നിങ്ങളുടെ ഗുരുനാഥൻ? അദ്ദേഹം പുറത്തുപിടിയെ പോയിരിക്കുകയാണ്. അതാ അദ്ദേഹം വരുന്നു. എന്താണ് വിശേഷിച്ച്? ഞാൻ ചക്രവർത്തി തിരുമനസിലെ യാജ്ഞാവാഹകനാണ്. അത് മനസ്സിലായി. ഇരിക്കാമായിരുന്നല്ലോ. ഞാൻ ഇരിക്കാനല്ല വന്നു. ചക്രവർത്തി തിരുമനസിൽ നിങ്ങളെ ഒരു പടം വരയ്ക്കുവാൻ ഏൽപ്പിച്ചിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു. പ്രശസ്തിയാർജിച്ച ചിത്രകാരനോട് പടം വരയ്ക്കുവാൻ വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും സാധ്യമല്ലെന്ന്. അതിനുവേണ്ടി ഞാൻ രാപകലില്ലാതെ അലഞ്ഞു നടക്കുകയാണ്. സകല ജയിലറുകളും കയറിയിറങ്ങി പരിശോധിച്ചു. പക്ഷേ എങ്ങും ആ പൈശാചിക വൈകൃതത്തെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ക്രിസ്തുവിനെ നിങ്ങൾക്ക് കിട്ടി. 3 കൊല്ലം പരിശ്രമിച്ചിട്ടും സൗന്ദര്യധാമങ്ങൾ തിങ്ങി നിറഞ്ഞ ഗൃഹമന്ദിരങ്ങളും കൊട്ടാരങ്ങളും തൊട്ട് തേജസ്വികളായ സിദ്ധന്മാരുടെ ആശ്രമ സങ്കേതങ്ങൾ വരെ തിരഞ്ഞിട്ടും കണ്ടെത്താൻ കഴിയാത്ത ഒരു അത്ഭുത സൗന്ദര്യത്തെ കണ്ടെടുത്തത് ഒരു ഗ്രാമീണ ദേവാലയത്തിൽ നിന്നാണ്. കുലീനനായ ഒരു ചെറുപ്പക്കാരൻ കനകത്തൊങ്ങലിട്ടലങ്കരിച്ച് വെള്ളക്കുപ്പായും അണിഞ്ഞങ്ങനെ നിൽക്കുന്നു. ആ കവണകളിൽ ക്രിസ്തുവിൻ്റെ ശാന്തഗംഭീരം നിലനിട്ടുന്നത്. അന്ന് ഞാനത് ഈ ക്യാൻവാസിലേക്ക് പകർത്തി. പിന്നെ ഇതുവരെ തിരഞ്ഞിട്ടും ആ ഉത്തമ സൗന്ദര്യ സത്യക്കെതിരായ പാതാള വൈകൃതത്തെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇന്നെനിക്ക് അവനെ കണ്ടെത്തുവാൻ കഴിഞ്ഞു. യൂദായിലെ പൈശാചികത്തിൻ്റെ പ്രതിരൂപമായി എനിക്ക് വിഭാവന ചെയ്യുവാൻ കഴിഞ്ഞ ഒരു ഭീകര സത്യത്തെ ഇന്നെനിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞു.